ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ പ്രിയമുള്ളവരെ, കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 971 ഖണ്ഡിക പരിശുദ്ധ കന്യകയോടുള്ള വണക്കത്തെക്കുറിച്ച് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. പരിശുദ്ധ കന്യകയോടുള്ള സഭയുടെ വണക്കം ക്രൈസ്തവ ആരാധനയുടെ ഒരു സ്വാഭാവിക ഘടകമാണ്. പ്രത്യേകമായി ഈ വണക്കം വഴി സഭ പരിശുദ്ധ കന്യകയെ ഉചിതമായി ആദരിക്കുന്നു. അതിപുരാതന കാലം മുതൽ ദൈവമാതാവ് എന്ന സ്ഥാനപ്പേരാൽ പരിശുദ്ധ കന്യക ആദരിക്കപ്പെട്ടിരുന്നു. വിശ്വാസികൾ തങ്ങൾക്കുണ്ടാകുന്ന അപകടങ്ങളിലും ആവശ്യങ്ങളിലും അവളുടെ സംരക്ഷണം തേടി ഓടിയണയുന്നു. വളരെ സവിശേഷമായി ഈ വണക്കം അവതരിച്ച വചനത്തിന് നൽകുന്ന ആരാധനയിൽ നിന്നും അതിനോട് സമാനമായി പിതാവിനും പരിശുദ്ധാത്മാവിനും നൽകുന്ന ആരാധനയിൽ നിന്നും സത്താപരമായി വ്യത്യസ്തമാണ്. ഈ ആരാധനയെ മറിയത്തോടുള്ള വണക്കം വലിയ തോതിൽ വളർത്തുന്നുണ്ട്. ദൈവമാതാവിന് പ്രതിഷ്ഠിക്കപ്പെട്ടുള്ള ആരാധനാക്രമപരമായ തിരുനാളുകളും സുവിശേഷം മുഴുവന്റെയും സമഗ്രമായ കൊന്ത നമസ്കാരം പോലെയുള്ള മരിയൻ പ്രാർത്ഥനകളും കന്യകാമറിയത്തോടുള്ള ഈ വണക്കത്തെ പ്രകാശിപ്പിക്കുന്നു. ഈ ജപമാല മാസത്തില് പരിശുദ്ധ കന്യകയെ പ്രത്യേകമായിട്ട് വണങ്ങുന്ന ഈ അവസരത്തില് സഭ നമ്മളെ പഠിപ്പിക്കുന്ന രീതിയിൽ പരിശുദ്ധ അമ്മയെ വണങ്ങുവാനും പരിശുദ്ധ അമ്മയെ ആദരിക്കുവാനും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുമുള്ള കൃപകളും അനുഗ്രഹങ്ങളും എപ്പോഴും സർവശക്തനായ ദൈവം നമ്മളിൽ വർഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ജപമാല റാണി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.